നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സദാനന്ദേട്ടാ, മോക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞ. എന്നാലും ഒരു സ്വസ്ഥതയില്ല. എന്നാലും നമ്മുടെ നാട്ടിൽ വെച്ച് നിത്യമോളെ പോലെ ഒരാളെ ആക്രമിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെ. അല്ല, ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് എന്ത് നാട്ടിൻപുറം, എന്ത് സിറ്റി. എന്റെ മോളെന്ത് പഠിച്ചു? വന്നവന്റെ കയ്യിൽ കെമിക്കൽ ഉണ്ടായിരുന്നു. ഒരു ഇത്തിരി നേരം തെറ്റിപ്പോയിരുന്നെങ്കിലേ നിത്യമോളുടെ കാര്യം പ്രശ്നമായേനെ. ഇതിപ്പോ നമ്മളുടെ ഹരി ഉള്ളതുകൊണ്ടാ രക്ഷപ്പെട്ടെ. ഹരി? അപ്പോ സദാനന്ദേട്ട ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ രാമേഷേട്ടന്റെ അവിടുത്തെ ഹരിയില്ലേ, ഹരിയാ നിത്യമോളുടെ പിന്നാലെ വന്നവനെ കൈകാര്യം ചെയ്തത്. ഹരി ഇവിടെ തന്നെ ഉണ്ട്. ഹരിക്കും നല്ല പരിക്കുണ്ട്. ഞാൻ അറിഞ്ഞില്ല. രാമേഷ് എവിടെയുണ്ടോ? ഉണ്ട്. ഞാൻ ഇത്തിരി മുമ്പേ സംസാരിച്ചേ ഉള്ളൂ. ഹരിക്ക് വലിയ കുഴപ്പമില്ലെന്നാ പറഞ്ഞ്. പേടിക്കാനൊന്നുമില്ല. ഹരി നല്ലൊരു മോനാ. ജീവിതത്തിൽ ഒരുപാട് സമയത്ത് സഹായം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ മോളെയും രക്ഷിച്ചു. ഞാൻ അവനെ കാണാൻ പറ്റുമോ നോക്കട്ടെ. പോയിട്ട് വരാം. ശരി. അമ്മാവൻ എന്തിനാ ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്? മോൾ അവിടെ ഒറ്റയ്ക്കല്ലേ? വീണയാണെങ്കിൽ തിരിഞ്ഞു നോക്കൂലുമില്ല. എന്ന് കരുതി നിനക്കെന്തെങ്കിലും പറ്റിയ എന്നെ കൊണ്ടവിടെ നിൽക്കാൻ പറ്റുമോ? മോനെ, ഇതാരാടാ ചെയ്ത്? നീ ആടെ മുഖം കണ്ടോ? നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ആളാണോ? മുഖമൊന്നും കണ്ടില്ല. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഒളിമറ ഉണ്ടാക്കാനാണോ പ്രയാസം? രാമകൃഷ്ണ, സദാനന്ദേട്ട, നേഴ്സുമാരോട് ചോദിച്ചു. കാണുന്നോണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞോണ്ടാ. എങ്ങനെയുണ്ടടാ? സാരമില്ല. താനിന്ന് രക്ഷിച്ച പെൺകുട്ടി ആരാന്നറിയോ? എന്റെ മോളാ. ആണോ? താനവളെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. എത്രയോ നാളായി തന്നെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ പല കാരണങ്ങളോടും നടന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.